സഭയിലെ ആദ്യത്തെ വേദപാരംഗതയും ആത്മജ്ഞാനിയും സന്യാസ സമൂഹ പരിഷ്കർത്താവും എഴുത്തുകാരിയുമായിരുന്ന ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യ കത്തോലിക്ക നവോത്ഥാന കാലഘട്ടത്തിൽ കർമ്മലീത്ത സന്യാസ സമൂഹ നവീകരണം വഴി സഭയിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച വിശുദ്ധ. കുരിശിന്റെ വിശുദ്ധ യോഹന്നാൻ ഉൾപ്പെടെയുള്ള യോഗീവര്യന്മാർ അമ്മ ത്രേസ്യയുടെ സന്യാസ ചൈതന്യത്തിന്റെ സൃഷ്ടികളാണ്. സഭയ്ക്കകത്തും പുറത്തും ഇന്നും അനേകർ ഈ വിശുദ്ധയുടെ കൃതികൾ വായിക്കുകയും ധ്യാനരീതികളും താപസ ജീവിതവും അനുകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. സ്പെയിനിലെ ആവിലായിൽ 1515 മാർച്ച് 28 തെരേസയുടെ ജനനം. 7-ാം വയസ്സിൽ വിശുദ്ധന്മാരുടെ ജീവചരിത്രം വായിച്ച് സഹോദരനോടൊപ്പം രക്തസാക്ഷിത്വം വരിക്കാനായി വീട് വിട്ടിറങ്ങിപ്പോയ അവരെ അമ്മാവൻ അനുനയിപ്പിച്ച് തിരികെ കൊണ്ടുവരുന്നു. തെരേസയുടെ 20-ാം വയസ്സിൽ കർമ്മലീത്ത സന്യാസ സഭയിൽ ചേർന്നു. ആഴമായ പ്രാർത്ഥനയിലും സ്വയനിഗ്രഹത്തിലും ജീവിച്ച തെരേസായ്ക്ക് അതീന്ദ്രിയ ദൈവികാനുഭവങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. ദൈവം ഈ ലോകത്തിൽ വച്ചു തന്നെ വരാനിരിക്കുന്ന ലോകത്തെക്കുറിച്ച് അവൾക്ക് വെളിപ്പെടുത്തി കൊടുത്തു. വിശുദ്ധ അഗസ്തീനോസിന്റെ ഏറ്റുപറച്ചിൽ എന്ന ഗ്രന്ഥം വായിച്ചത് പാപികൾക്കും വിശുദ്ധരായി തീരാൻ സാധിക്കുമെന്ന ചിന്ത അവളിൽ ഉളവാക്കി. യേശുവിന്റെ നേരിട്ടുള്ള പ്രത്യക്ഷപ്പെടലുകൾ 2 വർഷത്തേക്കുണ്ടായതായി തെരേസ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അമ്മ ത്രേസ്യ ആഴമായ പ്രാർത്ഥനയിൽ ലയിച്ചിരിക്കുന്ന സമയത്ത് വായുവിൽ ഉയരുന്ന അവസ്ഥയുണ്ടാകുമായിരുന്നു. കളിയാക്കലുകൾ ഭയന്ന് കൂടെയുള്ള സിസ്റ്റർമാരോട് ഇങ്ങനെ സംഭവിക്കുമ്പോൾ തന്നെ പിടിച്ചിരുത്തണമെന്ന് അവൾ ആവശ്യപ്പെട്ടിരുന്നു. ഈ അനുഭവങ്ങൾ പിന്നീട് വലിയ മെഡിക്കൽ പഠനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. 1563 പൂർണ്ണമായ ദാരിദ്ര്യത്തിലും പ്രാർത്ഥനയിലും ജീവിക്കുന്നതിനായി പുതിയ ഒരു സന്യാസ സമൂഹത്തിന് രൂപം നൽകി. അവിടെ ആദ്യത്തെ 5 വർഷം പ്രാർത്ഥനയ്ക്കും പഠനത്തിനുമായി സമയം ചിലവഴിച്ചു. പിന്നീട് തെരേസയുടെ നേതൃത്വത്തിൽ സ്പെയിനിലുടനീളം സന്യാസ സമൂഹങ്ങൾ സ്ഥാപിക്കപ്പെട്ടു. അന്നത്തെ സാമൂഹിക ചുറ്റുപാടിൽ ഒരു സ്ത്രീ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് പല രീതിയിൽ എതിർപ്പുകൾ ക്ഷണിച്ചു വരുത്തി. എന്നാൽ തെരേസയുടെ വിശുദ്ധിയും ലളിത ജീവിതശൈലിയും പ്രാർത്ഥനാ ജീവിതവും എതിർപ്പുകളെ നിഷ്പ്രഭമാക്കി. 1852 ഒക്ടോബർ 15 നിര്യാതയായ വിശുദ്ധയുടെ അവസാന വാക്കുകൾ ഇപ്രകാരമായിരുന്നു: എന്റെ കർത്താവും മണവാളനുമേ, ഞാൻ ഇതുവരെ നോക്കി പാർത്തിരുന്ന സമയം ആസന്നമായിരിക്കുന്നു. നമുക്ക് പരസ്പരം കാണാനുള്ള അവസരം കൈവന്നിരിക്കുന്നു.